എടി നിനക്ക് എന്നെ ഇഷ്ടാണോ അല്ലേ? എന്റെ കയ്യിന്നോട് ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എനിക്കിഷ്ടല്ല. അത് ഇഷ്ടമല്ലാത്ത? എന്റെ പൊന്നായിട്ട് എനിക്ക് പ്രണയിക്കാനൊന്നും താല്പര്യമില്ല. എന്റെ വീട്ടിലെങ്ങനെ എന്നെ കൊന്നളേ. എടി എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ. കുറച്ചെങ്കിലും നാണുണ്ട് ചേട്ടാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കാൻ. ഞാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലേ. എനിക്ക് നാണോ മാനൊന്നുമില്ല. എനിക്ക് ശ്വേത ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും പിന്നാലെ നടന്ന ശല്യം ചെയ്യണേ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു കൊടുക്ക്. ലാസ്റ്റ് നീ പോക്സോ കേസിൽ അറസ്റ്റാ. നോക്കിക്കോ. അപ്പൊ 18 നിനക്ക്? ഇല്ല, 17 ആയിട്ടുള്ളൂ. മാറിക്ക, എനിക്ക് പോണം. എന്റെ ബസ്സിൽ പോരും. അതെ, 18 വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാട്ടോ. ഹലോ, ഇപ്പൊ എങ്ങനെ ഉണ്ടടി? നല്ല സുഖമുണ്ട്. തലയിലാണെങ്കിൽ 10-14 സ്റ്റിച്ചുണ്ട്. കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ട് വയ്യ. എടി ഹോസ്പിറ്റലിൽ ഇപ്പൊ നല്ല ബില്ലായി കാണുമല്ലോ. ഇല്ലടാ, അച്ഛനാണെങ്കിൽ എല്ലാവരുടെയും പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ മാസം വലിയ തുക അടക്കേണ്ടി വരില്ലേ? 400-500 ഒക്കെ വെച്ച് അടിച്ചാൽ 1 കോടി വരെ കവറേജ് കിട്ടും. അതും പോരെങ്കിൽ അൺലിമിറ്റഡ് കവറേജ് ഓപ്ഷനും ഉണ്ട്. അത് കൊള്ളാലോ. അല്ല ഇതെങ്ങനെ എടുക്കുന്നേ? ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ. ബയോയിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരുപാട് കമ്പനിയുടെ പ്ലാൻസ് കമ്പയർ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഞാനും ബയോയിൽ ലിങ്ക് ചെക്ക് ചെയ്തൊരു പോളിസി എടുക്കല്ലേ. ധൈര്യമായിട്ട് എടുത്തോ. പല കുടുംബങ്ങളിൽ മേജർ അസുഖങ്ങൾ വരുന്നുണ്ട്. ഹൃദയത്തിനും കിഡ്നിക്കൊക്കെ ബാധിക്കുന്ന അസുഖമാണെങ്കിൽ 40-50 ലക്ഷങ്ങളെ കയ്യിൽ നിന്ന് പോവുക. കാറും വീടും ഒക്കെ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ, മുൻകൂട്ടി എടുക്കുന്നത് എപ്പോഴും നല്ലതാ. എന്നെ തന്നെ കണ്ടില്ലേ, നേരത്തെ എടുത്തു വെച്ചോണ്ട് ഈ ബില്ലൊക്കെ ഇൻഷുറൻസ് കവേർഡായി. എടാ പിന്നെ ഞാൻ കോള് വെച്ചോട്ടെ, എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. അയ്യോ വെക്കല്ലേ. എടി ഇപ്പത്തെ കാര്യം മറന്നു പോയിട്ടില്ലല്ലോ. അതെ, എനിക്ക് തലയ്ക്ക് മുറിവേണ്ടെന്നേ ഉള്ളു, ബ്രെയിനൊന്നും സംഭവിച്ചിട്ടില്ല.